ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ കാണാൻ ഇന്നലെയാണ് സമയം കിട്ടിയത്. ഒന്നും പറയാനില്ല, ഈ വർഷം വന്ന മലയാള സിനിമകളിൽ ഏറ്റവും കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ചിത്രമെന്ന് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. അതുപോലെ ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ ടീമൊക്കെ കിടിലനായിരുന്നു. ക്യാമറ വർക്കായാലും സിനിമയുടെ മ്യൂസിക്കും ബിജിഎമ്മും ഡൊമിനിക്കറിൻ്റെ കിടിലൻ ഡയറക്ഷനും കൂടിയായപ്പോൾ പടം വേറെ ലെവലിലേക്ക് പോയി. തുടക്കം മുതൽ അവസാനം വരെ കോമഡിക്ക് കോമഡി, ആക്ഷൻ, ഇനിയിപ്പോൾ ഹൊറർ വേണമെങ്കിൽ അതും, ഫാൻറ്റസി എലമെൻസും ഒക്കെയുള്ള ഒരു കംപ്ലീറ്റ് ഫാൻറ്റസി സൂപ്പർ ഹീറോ ആക്ഷൻ പടമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഫസ്റ്റ് ഹാഫിൽ ചന്തുവിൻ്റെയും നെസ്ലിൻ്റെയും കോമഡീസൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലും അതുപോലെ തന്നെ. സിനിമയിൽ ചന്തുവിൻ്റെ ചില റിയാക്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. പിന്നെ കല്യാണി പ്രിയദർശൻ ഈ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്വാഗ് ഫീൽ ചെയ്യും. അതുപോലെ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളിലൊക്കെ കല്യാണിയുടെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് കാണുന്നത്. സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി ആരായാലും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. കല്യാണി പ്രിയദർശൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയിലും. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഓരോ ഇമോഷൻസും കൃത്യമായുള്ള രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കല്യാണി പ്രിയദർശന് കഴിഞ്ഞിട്ടുണ്ട്. കല്യാണിയുടെ ചെറുപ്പകാലം ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട് സിനിമയിൽ. ആ കുട്ടിയൊക്കെ കിടിലനായിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ക്യാമിയോസ് വരുന്നുണ്ട്. സിനിമയിൽ ഉണ്ടെന്ന് നമുക്കറിയാവുന്ന ക്യാമിയോസാണ് ദുൽഖറിൻ്റെയും ടോവിനോ തോമസിൻ്റെയും സണ്ണി വെയിൻ്റെയും ക്യാമിയോസൊക്കെ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമിയോ ടോവിനോ തോമസിൻ്റെതാണ്. നമുക്ക് മാർവൽ DC യൂണിവേഴ്സുകൾ പോലെ കാത്തിരിക്കാൻ പറ്റുന്ന കിടിലൻ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് തന്നെയാണ് വേഫാറിൻ്റെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ്. എന്തായാലും ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലോക എന്ന സിനിമയിലൂടെ വലിയൊരു വേൾഡാണ് അടുത്തടുത്ത പാർട്ടിൽ തുറക്കാൻ പോകുന്നതെന്ന്. പിന്നെ ജെയ്ക്സ് ബിജോയ് ഓരോ സീനിലും കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിനിമയെ പറ്റി എന്ത് പറഞ്ഞാലും സ്പോയിലറാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭീകര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ലോക സിനിമ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക.